എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കറിവേപ്പ് നന്നായിട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ പുള്ളിക്കുത്തുകൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നല്ല ഇലയായിട്ട് വരാനും നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യത്തിന് നമുക്ക് വേണ്ടത് മോരാണ്. നല്ല പുളിയുള്ള മോരാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടത് കേട്ടോ. അപ്പോൾ പുളി കുറവൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് പുളിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള മോര് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 10 ഇരട്ടി വെള്ളമാണ്. അപ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. 1:10 എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷനിലാണ് വേണ്ടത്. നമ്മൾ എടുക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ് വെള്ളം വേണ്ടത്. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പുളിയില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം കുറവെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് നമുക്ക് കടക്കലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രോത്ത് ആയിരിക്കും ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിവേപ്പിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, മോരിൽ ധാരാളം കാൽസ്യം, പൊട്ടാസ്യം, അതുപോലെ വൈറ്റമിൻസ്, ഫോസ്ഫറസ്, അങ്ങനെയൊക്കെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കറിവേപ്പിന് കഞ്ഞിവെള്ളം നല്ലത് തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് തീരെ ഒരു റിസൾട്ട് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ തൈ ഞാൻ വെച്ചപ്പോൾ അതിനത്രയ്ക്ക് അങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അതാണ് ഞാനപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളമാണ് ട്രൈ ചെയ്യുക. അതിന് പകരമായിട്ട് നമുക്ക് ഇപ്രാവശ്യം മോരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും മോര് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു റിസൾട്ട്. പിന്നെ വെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളത് അരിച്ച് മാറ്റിയിട്ട് വേണം ഈ ഒരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ നല്ലൊരു പെസ്റ്റിസൈഡുമാണ് ഈ ഒരു മോര്, അതുപോലെ തന്നെ ഫെർട്ടിലൈസറുമാണ്. 2 കാര്യമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ കറിവേപ്പ് പറഞ്ഞില്ലേ, അത് ഇതാണ്. കണ്ടില്ലേ, നല്ല ഇലകളായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഇതിന് ഞാനിപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നല്ല റിസൾട്ട് ഉണ്ട്. ആദ്യം ഒരു ആരോഗ്യമില്ലാത്ത പോലെയാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ നിങ്ങൾക്കറിയാലോ, എൻ്റെ വലിയ കറിവേപ്പ് ഉണ്ട്. അതിൽ നല്ലൊരു കറിവേപ്പ് തന്നെയാണ് അത്. ധാരാളം ഇലകളൊക്കെ ഉണ്ട്. അതിന് ഞാൻ ഒരുപാട് ഇതുപോലത്തെ ഫെർട്ടിലൈസറുകളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്കും അതൊക്കെ ഷെയർ ചെയ്ത് തരാറുമുണ്ട്. അതെൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതാണ് എൻ്റെ ഒരു വലിയ കറിവേപ്പ്. ഇതിനങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ തന്നെ ഞാൻ അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അതെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുക. പിന്നെ നമ്മളെപ്പോഴും കറിവേപ്പ് ഇല നുള്ളുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു തണ്ട് സിസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അല്ലാതെ ഒറ്റയ്ക്കൊരു ഇലയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറിവേപ്പ് മുരടിച്ച് പോവും. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസമെങ്കിലും ആവാണ്ട് ഒറ്റ കറിവേപ്പിൻ്റെയും നമ്മൾ ഇലകൾ പറിക്കരുത്. തൈ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇലകളൊക്കെ വന്ന് ഒരു 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ എടുക്കും ചില കറിവേപ്പൊക്കെ നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. അതിനുശേഷം മാത്രമേ ഇലകൾ നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച അതോടെ മുരടിച്ച് പോവും. അപ്പോൾ പെട്ടെന്ന് ചില കറിവേപ്പൊക്കെ 6 മാസം ആകുമ്പോഴേക്കും നമുക്ക് മുറിക്കാനായിട്ട്, അതായത് കട്ട് ചെയ്ത് ഇല എടുക്കാനായിട്ടാവും കേട്ടോ. അത് ഓരോന്നിൻ്റെ അനുസരിച്ചിട്ടിരിക്കും. അതുപോലെ വളമൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാസ് വേൾഡിലും ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആ കറിവേപ്പ്. കണ്ടില്ലേ, ഇതിനങ്ങനെ കേടുകളൊന്നുമില്ല. ഇതിന് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് മുകളിലൂടെ ആ ഒരു മഴ പെയ്യുന്ന സ്റ്റൈലിൽ വേണം നമ്മൾ നനയ്ക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരും. അതെനിക്ക് നല്ല അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ കടക്കിൽ നനച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഫുൾ ഇലകളും നന്നായിട്ട് നനയണം. അപ്പോൾ തന്നെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോവും. നമ്മളെപ്പോഴും അങ്ങനെ തന്നെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 നേരമൊക്കെ നനയ്ക്കുമ്പോൾ ഉറുമ്പുകൾക്ക് പിന്നെ ആകെ നനഞ്ഞ് അധികം നിൽക്കില്ല, ഉറുമ്പുകൾ അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അതും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അതും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞിട്ടുള്ള മോര് വെച്ചിട്ടുള്ള ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ആ ഒരു പുള്ളിക്കുത്തുകളൊക്കെ മാറിയിട്ട് നല്ല ആരോഗ്യമുള്ള ഇലകൾ ഉണ്ടാവാനും നല്ല പച്ചപ്പോട് കൂടിയിട്ട് ഇലകൾ വരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കടക്കയിലും ഒഴിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറിയ തൈയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമല്ലോ.
അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ടിപ്പുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്